കേരളത്തിൽ സിനിമകൾ ആഘോഷിക്കപ്പെടാറുള്ളത് റിലീസാവുന്ന സമയത്ത് മാത്രമല്ല. കാരണം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു തവണ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. പക്ഷേ അതെല്ലാം പഴയ സിനിമകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുതിയ സിനിമകൾക്കും ബാധകമാണ്. ഓരോ വർഷവും ഒത്തിരി സിനിമകൾ തിയേറ്ററിലെത്താറുണ്ട്. ചെറിയ സിനിമകൾ പോലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളാവുന്നുണ്ട്. ഇക്കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഓരോ വർഷവും തിയേറ്ററിൽ വന്ന് ബോക്സ് ഓഫീസ് തകർത്ത സിനിമകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൊമേഴ്ഷ്യൽ സിനിമകളുടെ മെയിൻ ലക്ഷ്യം കൂടുതൽ കാശുണ്ടാക്കുക എന്ന് മാത്രമായിരിക്കും. എന്തുതന്നെ നല്ല കഥയാണ്, കഥാപാത്രമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ വലിയ കഥയും കഥാപാത്രമൊന്നും ആയിരിക്കില്ല ഇപ്പറഞ്ഞ പണം മാത്രം ലക്ഷ്യമിട്ടിറങ്ങുന്ന സിനിമകളിൽ. കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി പല എലമെൻസും തിയേറ്റർ എക്സ്പീരിയൻസിന് എന്ന മറയോടുകൂടി സിനിമകളിൽ ഉൾപ്പെടുത്തുന്നു. ഇതും ഒരു തരത്തിൽ മായ ചേർക്കലല്ലേ? ചില സിനിമകളുടെ ട്രെയിലർ നന്നായിട്ടുണ്ടെന്ന് കരുതി ആ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടാൽ അത് നിരാശയായിരിക്കും. പക്ഷേ ചില സിനിമകൾ നല്ലതുമായിരിക്കും. അങ്ങനെ ഓരോ വർഷവും ഓരോ സിനിമകൾ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടും. 2013 മുതൽ 2023 വരെയുള്ള 10 വർഷ കാലയളവിൽ കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. 2013 ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം ദൃശ്യമാണ്. 75 കോടി രൂപയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ. 2014 ബാംഗ്ലൂർ ഡേയ്സ് 45 കോടി രൂപയോളമാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. 2015 പ്രേമം 70 കോടി രൂപയാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. 2016 പുലിമുരുകൻ 152 കോടി രൂപയോളമാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. 2017 രാമലീല 50 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. 2018 കായംകുളം കൊച്ചുണ്ണി 79 കോടി രൂപയാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. 2019 ലൂസിഫർ 127 കോടി രൂപയാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. 2020 അഞ്ചാം പാതിര ഏതാണ്ട് 50 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 2021 കുറുപ്പ് 81 കോടി രൂപയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 2022 ഭീഷ്മപർവം 87 കോടി രൂപയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 2023 2018 എന്ന സിനിമയാണ് 180 കോടി രൂപയാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ഫാൻസ് വാറും റിവ്യൂസുകളുമായിരിക്കാം ഒരു സിനിമയുടെ വിജയം തീരുമാനിക്കുന്നത് എന്ന് കരുതുന്നത് തെറ്റാണ്. ജയിക്കേണ്ട പടങ്ങൾ ജയിച്ചിരിക്കും, കോടികൾ നേടേണ്ട പടങ്ങൾ കോടികൾ നേടിയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ മലയാളം സിനിമകളിലെ VFX, തമിഴ് സിനിമകളിലെ കോപ്പിയടികൾ, ലോകേഷ് കനകരാജ് സംഭവങ്ങൾ, തിയേറ്ററുകൾ പൂരപ്പരമാക്കിയ സിനിമകൾ, തളപതി വിജയുടെ രാഷ്ട്രീയം, 8 നിലയിൽ പൊട്ടിയ പൃഥ്വിരാജ് സിനിമകൾ, ഒരേ കഥയിൽ വന്ന സിനിമകൾ, ഇപ്പറഞ്ഞ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു കണ്ടന്റ് വീഡിയോയായി വീണ്ടും കാണാം. ബൈ.